വിയറ്റ്നാമുമായുള്ള വ്യാപാര ബന്ധം $25 ബില്യൺ ഉയർത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിരോധ മേഖലയിൽ ഉൾപ്പെടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം കൂടുതൽ മെച്ചപ്പെടുത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാമും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചയിൽ ധാരണയായി. പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യക്ക് പിന്തുണ നൽകിയതിന് പ്രധാനമന്ത്രി വിയറ്റ്നാമിന് നന്ദി അറിയിച്ചു. ലോക വളർച്ചയുടെ കേന്ദ്രമായി ഇന്ത്യ മാറുകയാണെന്ന് വിയറ്റ്നാം പ്രസിഡന്റും പറഞ്ഞു. 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാമുമായി ഡൽഹിയിൽ ഹൈദരാബാദ് ഹൗസിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ച നടത്തി. 2030 ആകുമ്പോഴേക്കും വിയറ്റ്നാമുമായുള്ള വ്യാപാരം $25 ബില്യൺ ഉയർത്തുന്നതിനുള്ള തീരുമാനമെടുത്തതായി ഉഭയകക്ഷി ചർച്ചയ്ക്ക് ശേഷം പ്രധാനമന്ത്രി പറഞ്ഞു. പുതിയ കരാറിലൂടെ വിയറ്റ്നാമിലേക്കുള്ള ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി എളുപ്പമാകും. ഇന്ത്യയുടെ UPIയും വിയറ്റ്നാമിന്റെ ഫാസ്റ്റ് പേയ്മെന്റ് സംവിധാനങ്ങളും ഉടൻ ബന്ധിപ്പിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. हमने भारत आसियान ट्रेड एग्रीमेंट आईटीका को वर्ष के अंत तक अपडेट करने पर भी सहमति बनाई कि दोनों देशों के बीच एयर कनेक्टिविटी लगातार बढ़ रही है. फाइनेंशियल कनेक्टिविटी को भी बूस्ट करने के लिए आज हमने अपने सेंट्रल बैंक के बीच सहयोग बढ़ाने का निर्णय लिया है. പ്രതിരോധം, ഊർജം, ആരോഗ്യം തുടങ്ങി വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ സഹകരണം കൂടുതൽ മെച്ചപ്പെടുത്തും. അതിർത്തി കടന്നുള്ള ഭീകരവാദം, ഇൻഡോ പസഫിക് മേഖലയിലെ സുരക്ഷ, അന്താരാഷ്ട്ര സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തുടങ്ങിയ വിഷയങ്ങളും നരേന്ദ്രമോദിയും തോ ലാമും ചർച്ച ചെയ്തു. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ സമയത്ത് ഇന്ത്യക്ക് നൽകിയ പിന്തുണയ്ക്ക് പ്രധാനമന്ത്രി വിയറ്റ്നാമിന് നന്ദി അറിയിച്ചു. ഇന്ത്യയുമായുള്ള ബന്ധം വിയറ്റ്നാമിന് ഏറെ പ്രധാനപ്പെട്ടതാണെന്നും ഇന്ന് ലോക വളർച്ചയുടെ കേന്ദ്രമായി ഇന്ത്യ മാറിയെന്നും തോ ലാം പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിൽ പ്രതിരോധ മേഖലയിൽ സഹകരണം ഊഷ്മളമാക്കാനുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് വിയറ്റ്നാം ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ജനറൽ ഫാൻ വാൻ ജിയോങ്ങുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി. അമൃത ന്യൂസ്, ന്യൂഡൽഹി.